അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാഷ് ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ ലിസാൻ ഖുർആൻ എന്ന വിഷയത്തിലെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. 1. അജിബ് അനിൽ അസ്അലത്തിൽ ആയാത്തി. താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ്. അപ്പോൾ 1, 2, 3, 4 ചോദ്യങ്ങളുണ്ട്. ഐന സമക്കു, മൻ ഹാദ, ഐനൽ മാഉ, മാ ദാലിക. 1. ഐന സമക്കു. ഐന സമക്കു എന്ന് പറഞ്ഞാൽ മീൻ എവിടെയാണ്? മീൻ എവിടെയാണ്? മീൻ വെള്ളത്തിലല്ലേ? അപ്പോൾ ഇതെങ്ങനെ എഴുതലേ? അസമക്കു ഫിൽ മാ ഇ. മീൻ വെള്ളത്തിലാണ്. 2. മൻ ഹാദ. ഇത് ആരാണ്? അവിടെ ഒരു കുട്ടീൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇത് ആരാണ്? അപ്പം എങ്ങനെ എഴുതലേ? ആകാ ബാസിമുൻ. നമ്മളിത് ബുക്കിലൊക്കെ വായിച്ചിട്ടുണ്ട്. ആകാ ബാസിമുൻ. ഇത് ബാസിമാണ്. 3. ഐനൽ മാഉ. വെള്ളം എവിടെയാണ്? ഐനൽ മാഉ. അപ്പോൾ വെള്ളം എവിടെയാണുള്ളത്? അൽ മാഉ ഫിദ്ദൽവി. വെള്ളം ബക്കറ്റിലാണ്. എങ്ങനെയാണ്? അൽ മാഉ ഫിദ്ദൽവി. 4. മാ ദാലിക. അത് എന്താണ്? ദാലിക ബാമിയ. അത് വെണ്ടയ്ക്കയാണ്. എന്താണ്? ദാലിക ബാമിയ. 2. കമ്മിൽ ഫറായി. ബ്രാക്കറ്റിലുള്ളത് വായിച്ചു നോക്കാം. അൻത, അല, ഹാസി, ഹാസ എന്നാണ്. ഇവിടെ ചിത്രത്തിൽ ഒരു കൊട്ടയിൽ പഴമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ മാച്ചായിട്ടുള്ള എന്താണ്? അലസല്ലത്തി മൗസുൻ. അപ്പം ഇങ്ങനെ വരല് കുട്ടയിൽ വാഴപ്പഴമുണ്ട്. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ അലസല്ലത്തി മൗസുൻ എന്നാണ് അവിടെ വരേണ്ടത്. രണ്ടാമത്തത് ഡാഷ് ഇബിനും എന്നാണ്. അപ്പം എങ്ങനെ വരേണ്ടത്? അൻത ഇബിനും. നീ ആൺകുട്ടിയാണ്. അൻത എന്നാണ് അവിടെ വരേണ്ടത്. 3. ഡാഷ് ഹിറത്തുൻ. ഹിറത്തുൻ എന്ന് പറഞ്ഞാൽ പൂച്ചയാണ്. അപ്പം എങ്ങനെ വരേണ്ടത്? ഹാസി ഹിറത്തുൻ. ഇത് പൂച്ചയാണ്. ഡാഷ് ദീക്കുൻ. അപ്പം എങ്ങനെ എവിടെ വരേണ്ടത്? ദീക്കുൻ എന്ന് പറഞ്ഞാൽ പൂവൻ കോഴിയാണ്. അപ്പം എങ്ങനെ വരേണ്ടത്? ഹാദാ ദീക്കുൻ. ഇത് പൂവൻ കോഴിയാണ്. 3. നുഅരിബാണ്. അറബിയിലാക്കാനാണ്. ഇവിടെ 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം നമുക്കത് നോക്കാം. ഒന്നാമത്തത് കഅബ മക്കയിലാണ്. കഅബ മക്കയിലാണെന്ന് എങ്ങനെ അറബിയിലാക്കലേ? അൽ കഅബത്തു ഫിൽ മക്ക. എങ്ങനെയാണ്? അൽ കഅബത്തു ഫി മക്ക. 2. കീശയിൽ പേനയുണ്ട്. കീശയിൽ പേനയുണ്ട് എന്ന് എങ്ങനെ അറബിയിലാക്കല്? ഫി ജൈബി കലം. ഫി ജൈബി കലം. ജൈബി എന്ന് പറഞ്ഞാലാണ് കീശ. കലം എന്ന് പറഞ്ഞാൽ പെന്നാണ്. 3. അത് വത്തക്കയാണ്. അത് വത്തക്കയാണെന്ന് എങ്ങനെ അറബിയിലാക്കല്? തിൽക്ക ബിത്തിഹത്തുൻ. ബിത്തിഹത്തുൻ എന്ന് പറഞ്ഞാലാണ് വത്തക്ക. 4. ഇത് പൂവാണ്. പൂവാണെന്ന് എങ്ങനെ അറബിയിലാക്കല്? ഹാസിഹി സഹറത്തുൻ. സഹറത്തുൻ എന്ന് പറഞ്ഞാൽ പൂവാണ്. ഹാസിഹി സഹറത്തുൻ. 5. ഞാൻ അണ്ണാനാണ്. ഞാൻ അണ്ണാനാണെന്ന് എങ്ങനെ അറബിയിലാക്കല്? അനസിഞ്ചാബുൻ. എങ്ങനെയാണ്? അനസിഞ്ചാബുൻ. 6. നീ മകളാണ്. അൻതി ബിൻതുൻ. എങ്ങനെയാണ്? അൻതി ബിൻതുൻ. 4. നെസ്അലു മിനൽ ആത്തിയ. ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിന് ചോദ്യം ഉണ്ടാക്കാനാണ്. അപ്പോൾ എങ്ങനെ ചോദ്യം ഉണ്ടാക്കലെന്ന് നമുക്ക് നോക്കാം. മാ തിൽക്ക. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. തിൽക്ക ദജാജത്തുൻ. മാ തിൽക്ക എന്ന് പറഞ്ഞാൽ അത് എന്താണ്? അപ്പോൾ അതിന് ഉത്തരം തിൽക്ക് ദജാജത്തുൻ. അത് പിടക്കോഴിയാണ്. 2. 2ൻ്റെ ചോദ്യം നമുക്ക് തന്നിട്ടില്ല. ഉത്തരം മാത്രം തന്നിട്ടുള്ളൂ. അസൂമു ഫിൽ ഇനായി. അസൂമു ഫിൽ ഇനായി എന്ന് പറഞ്ഞാൽ ഉള്ളി കൊട്ടയിലാണ്. അപ്പം അതിനെങ്ങനെ ചോദ്യം ഉണ്ടാക്കലേ? ഐന സൂമെ. ഉള്ളി എവിടെയാണ്? എങ്ങനെയാണ്? ഐന സൂമുൻ. ഉള്ളി എവിടെയാണ്? അപ്പം ഇങ്ങനെ ഉത്തരം അസൂമു ഫിൽ ഇനായി. 3. തിൽക്ക തുഫാഅത്തുൻ. അത് ആപ്പിളാണ്. അപ്പം എങ്ങനെ അതിന് ചോദ്യം ഉണ്ടാക്കലേ? മാ തിൽക്ക. അത് എന്താണ്? തിൽക്ക തുഫാഅത്തുൻ. അത് ആപ്പിളാണ്. 4. ആദിഹി ഒഹത്തി. ഇത് എൻ്റെ സഹോദരിയാണ്. അപ്പം എങ്ങനെ ചോദ്യം ഉണ്ടാക്കല്? മൻ ഹാദിഹി. ഇത് ആരാണ്? ആദിഹി ഒഹത്തി. ഇത് എൻ്റെ സഹോദരിയാണ്. 5. നുതർജിമു. അർത്ഥം എഴുതാനാണ്. അപ്പം എങ്ങനെ നോക്കാം.
1 അന അനാനാസുൻ, അതെന്താണ്? ഞാൻ കൈതച്ചക്കയാണ്. അതിൻ്റെ അർത്ഥമാണ് ചോദിച്ചത്. അപ്പം ഞാൻ കൈതച്ചക്കയാണ്. 2 ഹാദിഹി ഷജറത്തുൻ, അപ്പം എങ്ങനെയാണ് അതിൻ്റെ അർത്ഥം? ഇത് മരമാണ്, ഇത് മരമാണ്. 3 ഹാദ അഹി, ഇത് എൻ്റെ സഹോദരനാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് എൻ്റെ സഹോദരനാണ്. 4 അൽ മുഅല്ലിമു ഫിൽ മായി, ടീച്ചർ വെള്ളത്തിലാണ്. എന്താണ്? ടീച്ചർ വെള്ളത്തിലാണ്. 6 സമ്മിൽ അഷിയാഇ താലിയ, താഴെ ഉള്ളതിൻ്റെ പേരുകൾ എഴുതാനാണ്. അപ്പോൾ ഇവിടെ പപ്പായ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പപ്പായക്ക് എന്താണ് പറയല്? ബബായ. 2 ഇവിടെ ഒരു ഓറഞ്ചിൻ്റെ ഫോട്ടോ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓറഞ്ചിന് എന്താ പറയല്? ബുർത്തുക്കാൽ. 3 ഒരു വീടിൻ്റെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. വീടിന് എന്താണ് പറയല്? ബൈത്തോൻ. വീടിനെന്താ പറയല്? ബൈത്തോൻ. 4 ഒരു പ്രാവിൻ്റെ ഫോട്ടോ ആണ് കൊടുത്തിട്ടുള്ളത്. പ്രാവിനെന്താ പറയല്? ഹമാമത്തോൻ. 5 ഒരു സൈക്കിളിൻ്റെ ഫോട്ടോ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സൈക്കിളിന് എന്താ പറയല്? ദറാജത്തോൻ. 6 മാങ്ങയുടെ ഫോട്ടോ ആണ് കൊടുത്തിട്ടുള്ളത്. മാങ്ങക്ക് എന്താ പറയല്? മാഞ്ച. എന്താണ്? മാഞ്ച. ഇതിൻ്റെ ആൻസർ കീ അവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിയിട്ട് പഠിക്കണേ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.